കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഇസ്രായേൽ പ്രിയം നിറഞ്ഞവരെ, കുടുംബാനുഗ്രഹത്തിന് തോബീത്ത് തന്റെ മകനായ തോബിയാസിന് കൊടുക്കുന്ന മൂന്നാമത്തെ നിർദ്ദേശം, മൂന്നാമത്തെ കൽപ്പന ഇതാണ്. 4-ാം അധ്യായം 5-ാം വാക്യം, മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ദൈവ സാന്നിധ്യ സ്മരണയാണ് തോബീത്ത് കൊടുക്കുന്ന മൂന്നാമത്തെ നിർദ്ദേശം. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും ദൈവത്തെ കൂട്ടുപിടിക്കുക, ദൈവ സാന്നിധ്യ സ്മരണയാണ്. നിറഞ്ഞവരെ, ദിവികാനിഷിന് മുമ്പിൽ നമ്മളൊന്ന് ധ്യാനിക്കുക. നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ്, നന്മകളാണ് വർഷിക്കുന്നത്. എന്തുമാത്രം കഷ്ടതകളിലൂടെയും സഹനങ്ങളിലൂടെയും അസ്വസ്ഥതകൾ കടന്നുപോയാലും അനുനിമിഷം അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് പല രൂപത്തിൽ, അത് പക്ഷേ മക്കളിലൂടെ ആകാം, അല്ലെങ്കിൽ സഹോദരങ്ങളിലൂടെ ആകാം, സൗഹൃദങ്ങളിലൂടെ ആകാം, പല രീതിയിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം എത്രമാത്രം നമ്മൾ കടപ്പെട്ടവരാണ്. ദൈവത്തെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഓർക്കുവാനായിട്ട് ഇതാ കൽപ്പന, മൂന്നാമത്തെ കൽപ്പന പറയുകയാണ്. ദൈവത്തെ ജീവിതകാലം മുഴുവൻ ഓർക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിൽ നിറയ്ക്കുക. പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത്, നമുക്ക് ആവശ്യമായ സമയത്ത് മാത്രം ദൈവത്തെ ഓർക്കുന്ന മനുഷ്യരായി നമ്മൾ പരിണമിക്കുകയാണ്. ഒരു പക്ഷേ ഒരു വിഷമത്തിൻ്റെ സാഹചര്യത്തിൽ, കഷ്ടതയുടെ സാഹചര്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അത് കഴിഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ സമയത്ത് നമ്മൾ ദൈവത്തെ മറന്നു പോവുകയും ചെയ്തു. എല്ലാ നിമിഷവും ദൈവത്തെ ഓർക്കണം. അത് നിന്റെ ജീവിതത്തെ, കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് വ്യക്തമായി തോബിയാസിനോട് പറയുകയാണ്. ആ ദൈവാനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനായിട്ട് നമുക്ക് എല്ലാ ദിവസവും സാധിക്കും. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ദൈവാനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദി പറയുക, ദൈവത്തെ ഓർത്ത് നന്ദി പറയുക. നന്ദിയുടെ നിറവിൽ നിന്ന് തമ്പുരാന് മഹത്വം നൽകുന്ന ഒരു കുടുംബവും, ആ കുടുംബത്തിൽ ഒരു തരത്തിലുള്ള അസ്വസ്ഥതകളെ ഭരിക്കുവാൻ ദൈവം അനുവദിക്കില്ല. ആ അസ്വസ്ഥതകളെയും നിരാശകളെയും പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാൻ വലിയൊരു സംരക്ഷണം കർത്താവ് നൽകിയിരിക്കും. ആ കുടുംബത്തിൽ ഐശ്വര്യം വിളയാടുമെന്നതിന് യാതൊരു സംശയവുമില്ല. പ്രിയം നിറഞ്ഞവരെ, ജീവിതകാലം മുഴുവൻ ദൈവത്തെ ഓർക്കുക എന്നുള്ള ഈ നിർദ്ദേശത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കാതെ, ആ കുടുംബ പ്രാർത്ഥനയിൽ ദൈവം നൽകിയ കൃപകളെ, അനുഗ്രഹത്തെ, ദൈവ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിനത്തിൻ്റെയും പ്രദോഷം, ഓരോ ദിനത്തിൻ്റെയും നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അനുഗ്രഹം സ്വന്തമാക്കുന്ന കുടുംബങ്ങളായി, വ്യക്തികളായി നമുക്ക് മാറാം. യേശുവേ നന്ദി, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കുടുംബാനുഗ്രഹത്തിന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ തോബീത്ത് കുടുംബത്തിൻ്റെ ജീവിതത്തിൽ തോബിയാസിന് കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹമായി തീരുവാനായിട്ട് കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും, ദിവ്യകാരുണ്യ ഈശോനാഥ, ഞങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിച്ചാലും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഗിരിശൃംഗത്തിൽ പേടകം പണിത നോഹിനുള്ളിലെ വിശ്വാസം, ഹാരാൻ വിട്ട് കാനാൻ തേടിയ അബ്രാമിനുള്ളിലെ വിശ്വാസം, നീ എൻ്റെ കർത്താവും ദൈവവുമേ. ഗിരിശൃംഗത്തിൽ പേടകം പണിത നോഹിനുള്ളിലെ വിശ്വാസം, ഹാരാൻ വിട്ട് കാനാൻ തേടിയ അബ്രാമിനുള്ളിലെ വിശ്വാസം, നീ എൻ്റെ കർത്താവും ദൈവവുമേ, നീ എൻ്റെ കർത്താവും ദൈവവുമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.